ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ എങ്ങനെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ്. ഇതിനു വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 9 വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് കുക്കറിലാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അല്പം 1 ടീസ്പൂണോളം വെള്ളമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഇതേമാതിരി ഒരു മീഡിയം സൈസുള്ള കഷ്ണമാക്കിയിട്ടാണ് ഞാനിവിടെ മുറിച്ചിരിക്കുന്നത്. എന്നിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിസിൽ കഴിഞ്ഞു. ആവിയൊക്കെ നന്നായി പോയതിന് ശേഷമാണ് കുക്കർ തുറന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കൂ, ഇതിൽ കുറച്ച് അല്പം വെള്ളം കൂടി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈ പാനിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ആവി വരാൻ കുറച്ച് ലേറ്റ് ആവുന്ന കുക്കറൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനേ. അതേമാതിരി വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് കൊടുത്ത് ഒരു വിസിൽ മാത്രം അടിച്ച് വേവിച്ചെടുക്കാം. 2-3 വിസിൽ എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ദേശമൊക്കെ ഇങ്ങനെ പിന്നിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ഇട്ട് കൊടുക്കാതെയാണ് ചെയ്തെടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതേമാതിരി വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ടൈമിൽ 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിത് രണ്ടും ചെയ്യുന്നില്ല, തേങ്ങയും ചേർക്കുന്നില്ല, അതേമാതിരി എണ്ണയും ചേർക്കാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഫ്രൈ പാനിൽ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കൂട്ടത്തോടെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് നന്നായിട്ട് ഇരുവശവും മൊരിയിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഇത് ചിക്കൻ ഫ്രൈ ഇതേമാതിരി ഒന്ന് മൊരിയിപ്പിച്ചെടുത്തത്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേമാതിരി തന്നെ ഉണ്ട്. കാണാനും ടേസ്റ്റിനും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. തീരെ എണ്ണ കഴിക്കാൻ പറ്റാത്തവർ, അതേമാതിരി കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇങ്ങനെ ചിക്കൻ ഫ്രൈ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു വിസിൽ കുക്കറിൽ ഇട്ട് കൊടുക്കുമ്പോൾ പലർക്കും ഡൗട്ടായിരിക്കും ചിക്കൻ വെന്ത് കിട്ടുമെന്ന്. ഇത് നോക്കൂ, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.